ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടെക്കിന്റെ പുതിയൊരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ CSK വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. നമ്മളെ 2024 ടാറ്റ IPL ഫസ്റ്റ് മാച്ച് ആട്ടോ. ഈ ഒരു മത്സരം നടക്കുന്നത് നമ്മുടെ ചെന്നൈയുടെ ഹോം ഗ്രൗണ്ടിലാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതുകൂടാതെ GL ടീംസിന്റെ ടിപ്സും അതുകൂടാതെ സ്പെഷ്യൽ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് RCB തമ്മിലുള്ള മത്സരം, ലാസ്റ്റ് മത്സരം നടന്നത് അപ്പോൾ നോർമലി നടക്കുന്ന ലാസ്റ്റ് ഏത് മത്സരമാണോ ഇപ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ 2023 ലാസ്റ്റ് മത്സരം എന്ന് പറഞ്ഞാൽ GT വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു. പക്ഷേ ആ ഒരു മത്സരമാണ് നടക്കുന്നത്. പക്ഷേ ഇത് RCB വേഴ്സസ് ചെന്നൈയാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. അത് വേറെ ഈ കുറച്ച് കാര്യങ്ങൾ ഈ ഇലക്ഷൻ അതൊക്കെ ആയിട്ട് അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷനിലോട്ടൊക്കെ നമുക്ക് കിടക്കാം. ചെന്നൈയിലാണ് മത്സരം നടക്കുന്നത്. ചെന്നൈ എന്നുള്ള ഗ്രൗണ്ട്, ചെമ്പോക്കിൻ്റെ ഗ്രൗണ്ടിൻ്റെ ഒരു ആവറേജ് റൺസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ചില സമയങ്ങളിൽ 120, 130 ഒക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമുക്ക്, അതായത് ഈ ഒരു മാച്ചിൽ എനിക്ക് ഏകദേശം പറയാനുള്ളത് എന്തായാലും ഒരു 145 എബോ എന്തായാലും വരും. 145 റൺസ് എബോ കൺഫേം ആയിട്ടും ആവറേജ് റൺസ് ആയിട്ട് കണക്കപ്പെടാറുണ്ട്. ആവറേജ് റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അല്ല കുറവും അല്ല, ഇതിൻ്റെ ഇടയിലുള്ള ഒരു ആവറേജ് ആണ് പറയുന്നത്. 145 മുകളിലാണ് കൂടുതലും പോകാൻ ചാൻസസ് ഉള്ളത്. നാളത്തെ മത്സരം കുറച്ച് നല്ല എനർജറ്റിക് ആയിരിക്കും. അതിൻ്റെ ഒരു ബേസ് കൂടി ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുമ്പോൾ ഡെത്ത് ഓവേഴ്സിൽ ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൂടാതെ മിഡിൽ ഓവേഴ്സിന് സ്പിന്നേഴ്സിന് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിൽ സെയിം ഇമ്പോർട്ടൻസ് ആണുള്ളത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും ഡെത്ത് ഓവർ ചെയ്യുന്ന ഫാസ്റ്റ് ബോളേഴ്സും അതുകൂടാതെ മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സ് കവർ ചെയ്യുന്ന സ്പിന്നേഴ്സിനെയും തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യണം. അത് ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്തായാലും ഏകദേശം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 145, 155 ഒക്കെ എബോ തീർച്ചയായിട്ടും എന്തായാലും ആവറേജ് സ്കോറായിട്ട് ഇവിടെ വരും. പിന്നെ ചില സമയത്ത് ബാറ്റിംഗ് നല്ല റൺസ് വരാനുള്ളൊരു ഗ്രൗണ്ടാണ്. ചില സമയത്ത് മോശം പെർഫോമൻസും കാണാൻ സാധിക്കും. പക്ഷെ നമുക്ക് എങ്ങനെയാണ് നടക്കാമെന്നൊന്നും ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മേ ബി ചിലപ്പോൾ 155 താഴെ ഓൾ ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 200 റൺസ് വരെ എത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതലും നാളത്തെ മത്സരം നല്ല എനർജറ്റിക് ആയിട്ടായിരിക്കും. എല്ലാ പ്ലെയേഴ്സും കളിക്കും, നല്ല റൺസും വരാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് പിച്ചിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിച്ച് ഞാൻ പറഞ്ഞില്ലേ, അതായത് 2 ഫേസ് പിച്ചാണ്. ബാറ്റിങ്ങിന് മാത്രമല്ല, അതേസമയം ബൗളിങ്ങിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബാറ്റിങ്ങിന് മാത്രമായിട്ട് അവിടെ ഇമ്പോർട്ടൻസ് അല്ല, ബൗളിങ്ങിനും കൂടെയുണ്ട്. രണ്ടും ഈക്വൽ ആയിട്ടാണ് ഇവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ അവിടുത്തെ ഒരു വെതർ റിപ്പോർട്ടൊക്കെ പറയുമ്പോൾ 29 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ താപനില എന്ന് പറയുന്നത്. അതുകൂടാതെ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള IPL-ആണ് ചിദംബരം സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. 7:30-ക്കാണ്, 22-ാം തീയതി, മാർച്ച് 22-ാം തീയതി 7:30-ക്കാണ് മത്സരം സ്റ്റാർട്ട്. 8 മണിക്ക് എന്നൊക്കെ പറയുന്നത്. എനിക്കത് ടൈം ഇതുവരെ ക്ലാരിഫൈ ചെയ്യില്ല. ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ 7 കേട്ടോ. നാളെ ഇനിയിപ്പോൾ ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് 8 മണി ആവുമോ എന്ന് അറിയത്തില്ല. അപ്പോൾ അതെന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ സാധിക്കും. ഡ്രീമിൽ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ CSK തമ്മിലുള്ള മത്സരം നമ്മുടെ ജിയോ TV സ്റ്റാർ സ്പോർട്സിലൊക്കെ ഉണ്ട്. ജിയോ TV എല്ലാവരുടെയും ജിയോ ഉണ്ടല്ലോ. പിന്നെ കുറച്ച് H2H റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. H2H റെക്കോർഡ്സ് നോക്കുന്ന സമയത്ത് 8 മത്സരമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളത്. അതായത് ചിദംബരം സ്റ്റേഡിയത്തിൽ ഈ ബാംഗ്ലൂരും ചെന്നൈയും തമ്മിൽ 8 മത്സരം കളിച്ചിട്ടുണ്ട്. അതിൽ 7 എണ്ണം CSKയും 1 എണ്ണമാണ് നമ്മുടെ ബാംഗ്ലൂർ വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതൽ പോസിബിലിറ്റീസ് അപ്പോഴും CSKക്ക് തന്നെയാണ്. അതുകൂടാതെ CSK ഹെഡ് ടു ഹെഡ്, അതായത് CSKയും ബാംഗ്ലൂരും കൂടെ ഏകദേശം 31 മത്സരങ്ങൾ തമ്മിൽ കളിച്ചിട്ടുണ്ട്. അതിൽ 20 മത്സരങ്ങൾ നമ്മുടെ ബാംഗ്ലൂരും അല്ല CSKയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ വെറും 10 മത്സരം വിൻ ചെയ്തിട്ടുള്ളൂ. മേ ബി ഈ ഒരു പ്രാവശ്യം നന്നായി കളിച്ചു എന്നൊക്കെ വരാം. ബാംഗ്ലൂർ ടീമൊക്കെ കട്ടയ്ക്കാണ്, പക്ഷേ എല്ലാ പ്രാവശ്യം കട്ടയ്ക്കാണ്. പുച്ചിക്കൊന്നുമല്ല, തീർച്ചയായിട്ടും കപ്പടിക്കണം, അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഇനി പ്ലേയിങ്ങിലോ നോക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് 3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തരാം. നല്ല കിഡിലനാണ്, നല്ല രീതിക്ക് നിങ്ങൾക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുബേര ഫാൻറ്റസിയാണ്. ഈ കുബേര ഫാൻറ്റസിയുടെ ഒരു പ്രത്യേകത ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതിനെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു ഗുവാഹത്തി പ്രീമിയർ ലീഗ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഡ്രീം ലെവൽ നോക്കുകയാണെങ്കിൽ 299 രൂപയ്ക്ക് ജോയിൻ ചെയ്യുന്ന കോൺടെസ്റ്റ് ഇവിടെ വരും 260 രൂപയുള്ളൂ. ഏകദേശം ഒരു 40 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. 40 മത്സരം കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4,000 രൂപയുടെ ഡിഫറൻസ് ആയി, മനസ്സിലായില്ലേ? അപ്പോൾ അത് വലിയൊരു ഡിഫറൻസ് തന്നെയാണ്, ചെറിയ ഡിഫറൻസ് ഒന്നുമല്ല, വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ ഡ്രീം ലെവലിലൊക്കെ കോൺടെസ്റ്റുകൾ ഉണ്ടാവുമല്ലോ, 300-400 കളിക്കുമല്ലോ. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിലും വളരെ കുറവായിട്ടാണ്, അതിലും ചീപ്പായിട്ടാണ്. ബട്ട് അതേ ഫസ്റ്റ് പ്രൈസ് തന്നെ, ഫസ്റ്റ് പ്രൈസ് ഇപ്പോൾ 600 ആണെങ്കിൽ 600 തന്നെ കിട്ടും.
ഈ സെയിം കോൺടസ്റ്റ് നമ്മുടെ ഡ്രീം 11 280 270 ഉണ്ട്, 245 ഉണ്ട്. അത് ഭയങ്കര കൂടുതൽ തന്നെയാണ്. നിങ്ങൾ ഇതിലോട്ടൊന്ന് മാറി നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്ത പക്ഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് മിണ്ടാതിരിക്കൂ. പിന്നെ ഇതിൽ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതാണ് എനിക്ക് എടുത്തായി പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു 5 പ്ലെയേഴ്സിനെ കാണാമല്ലോ. ഈ 5 പ്ലെയേഴ്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാന്ന് മാത്രം നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്താൽ മതി. നമ്മൾ 11 22 പേരിൽ നിന്നും ഒരാളെ 11 വരെ പിക്ക് ചെയ്യുന്ന പോലെയല്ല. ഇത് 5 പേരിൽ ആരാണ് നന്നായി കളിക്കാന്ന് ഒരാളെ നമ്മൾ പിക്ക് ചെയ്താൽ മതി. നമ്മൾ ഓപ്പണൻറ്റും വന്നിട്ട് ഒരാളെ പിക്ക് ചെയ്യും. എന്നിട്ട് ഓപ്പണൻറ്റ് പിക്ക് ചെയ്ത ആളെക്കാട്ടിലും പോയിന്റ് നമ്മൾ പിക്ക് ചെയ്ത ആളെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈസി ആയിട്ട് വിൻ ആവും. ഇതിൽ ഹെഡ് 2 ഉണ്ട്, ഹെഡ് 3 ഉണ്ട്, ഹെഡ് 4 ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അത് നോക്കി കളിക്കാം. എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ ഹെഡ് 3യോ ഹെഡ് 2ഓ കളിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹെഡ് 4 കുറച്ച് റിസ്ക് കൂടുതലാണ്, കാരണം 4 ഓപ്പണൻസ് ഉണ്ടാവും. നമ്മൾ ഒരാളെ പിക്ക് ചെയ്ത് ബാക്കി 3 പേരുണ്ട്. ഈ 3 പേരിൽ ആരെ എടുക്കുന്നത് ഭയങ്കര ഡൗട്ട്. അപ്പോൾ H2 ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പിക്ക് ചെയ്ത് വേറെ ഒരാളെ ഉണ്ടാവുള്ളൂ. അയാളെ പെട്ടെന്ന് ഔട്ട് ആയിക്കാണെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായി, നിങ്ങൾ തീർച്ചയായും വിൻ ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഈ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുബേര ഫാൻറ്റസി മസ്റ്റ് ട്രൈ ആപ്ലിക്കേഷൻ കൂടെയാണ്, ഒന്ന് ട്രൈ ചെയ്യാം. അതുപോലെ വിഷൻ 11 നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യില്ലെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട മറ്റൊരു ആപ്ലിക്കേഷനാണ്. നമ്മൾ ഡ്രീം 11 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിഷൻ 11 ആണ്. അത്രയും ഫാൻറ്റസി യൂസേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ വിഷൻ 11 തന്നെയാണ്. ഇതും 1.5 കോടി രൂപയൊക്കെയാണ് ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. സെക്കൻഡ് 15 ലക്ഷം, 15 ലക്ഷം, 75,000, 30,000 അങ്ങനെയൊക്കെയാണ് ഇവരും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രീതിക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള മറ്റൊരു ആപ്ലിക്കേഷൻ കൂടിയാണ്. 1.5 കോടി രൂപയൊക്കെ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് പ്രൈസ്. അപ്പോൾ GL നിങ്ങൾക്ക് ഇതും ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ടീം ഇടാം, 1-2 അല്ല, 30 ടീം. നമ്മൾ ഡ്രീം 11 20 ടീം ഇടാൻ പറ്റുള്ളൂ. ഇവിടെ 30 ടീം ഇടാം. 7 ലക്ഷം പേരിന്ന് 7,69,000 വിട്ടോ 8 ലക്ഷം എന്ന് വെച്ചോ. 8 ലക്ഷത്തിന് ഫസ്റ്റ് എഡിഷന് 1.5 കോടി രൂപ. നേരെ ഡ്രീം 11 ആണെങ്കിലോ 40, 60, 70 ലക്ഷത്തിന് നിങ്ങൾ ഫസ്റ്റ് പ്രൈസ് അടിക്കണം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പോസിബിലിറ്റീസ് ഉള്ളൊരു ലീഗാണ്, കോണ്ടസ്റ്റാണ്. ജസ്റ്റ് ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ എപ്പോഴും GL ഡ്രീം 11 ഇടുന്നതാണെങ്കിൽ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരുപാട് കോണ്ടസ്റ്റുകൾ, ഏകദേശം 224 വ്യത്യസ്ത തരം കോണ്ടസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് 6 രൂപ 7 രൂപയൊക്കെ തുടങ്ങി ഇവിടെ എൻട്രി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4 രൂപ തുടങ്ങിയിട്ടുണ്ട്, 4, 6, 8. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നിങ്ങൾക്ക് ഇവിടെ കളിക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അപ്പോൾ GL ഒക്കെ ഇടുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് വിഷൻ 11 ട്രൈ ചെയ്യുക. പിന്നെ വേറൊരു ആപ്ലിക്കേഷൻ പറയാനുള്ളത് സ്പോർട്ടസിയാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ആണ് ഇതിൻ്റെ മെയിൻ ഹെഡ് ഓഫീസൊക്കെ വരുന്നത്. ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആട്ടോ. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കും ഇത് സെയിം തന്നെയാണ്. ഒരുപാട് ഡ്രീം ലീഗ്സ്, അതായത് ഒരുപാട് ഗ്രാൻഡ് ലീഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അഫോർഡബിൾ ആയിട്ടാണ് 1 രൂപ തുടങ്ങി കോൺടസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. കണ്ടില്ല, 1 രൂപ തുടങ്ങി നിങ്ങൾക്ക് കോൺടസ്റ്റുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ പോപ്പ് എന്ന് പറഞ്ഞ വിൻഡോ ഉണ്ട്. നമ്മൾ കുബേര ഫാൻറ്റസിയിൽ എന്താണോ പറഞ്ഞത് ആ ഒരു സെയിം തിങ് ആണ് ഇവിടെയും. അപ്പോൾ ഈ പോപ്പ് വിൻഡോയിൽ നിങ്ങൾക്ക് 56,000 70,000 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് കളിക്കാം. ഈസി ആയിട്ട് ഹെഡ് 2 ഒക്കെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നല്ല രീതിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. 56,000 രൂപ കളിച്ചതിന് ഫസ്റ്റ് വന്ന് 1 lakh കിട്ടും. അത്രയും റിസ്ക് എടുത്ത് കളിക്കുന്നവർക്ക് മാത്രം ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. അതുകൂടാതെ 59,000 ഒന്നും വേണ്ട കേട്ടോ. ഇവിടെ അതിലും കുറവ് എത്രയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് 9 രൂപ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് ഇവിടെ കളിക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ വിഷൻ 11 നമ്മുടെ സ്പോർട്സിയൊക്കെ അഫോർഡബിൾ പ്രൈസാണ്. കുബേര എൻട്രി ഫീസ് നല്ല രീതിയിൽ കുറവാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുകൂടാതെ ഞാൻ മറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ചോയ്സ് 11, ബാറ്റ് ബോൾ 11, ഫാൻറ്റസി അക്കഡ, എക്സ്ചേഞ്ച് 22, ഇതൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ മാച്ചിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ബാംഗ്ലൂരു വേഴ്സസ് CSK തമ്മിലുള്ള മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പേരെ പറ്റി, ഇരു ടീമുകളിലും കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ RCBയുടെ ഫസ്റ്റ് പ്ലേയിങ് 11 നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡുപ്ലിസിസ്, അതുപോലെ തന്നെ വിരാട് കോഹ്ലി, രാജിത് പട്ടിദാർ, ഗ്ലെൻ മാക്സ്വെൽ, ക്യാമറോൺ ഗ്രീൻ, പിന്നെ അതുപോലെ തന്നെ ദിനേശ് കാർത്തിക്, ലൂമർ, അതുപോലെ തന്നെ അൽസാരി ജോസഫ്, മുഹമ്മദ് സിരാജ്, അതുകൂടാതെ കരൺ ശർമ്മ, ആകാശ് ദീപ്, ഇത്രയും പേരാണ് നമ്മുടെ ബാംഗ്ലൂരിൽ കളിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CSKയിൽ കളിക്കാൻ പോകുന്നത് ഋതുരാജ് ഗെയ്ക്വാഡ്, അതുകൂടാതെ നമ്മുടെ രച്ചിൻ രവീന്ദ്ര, അതുപോലെ നമ്മുടെ ഡാരി മിച്ചൽ, അജിൻക്യ രഹാനെ, ശിവാൻ ദൂബെ, അതുകൂടാതെ മൊയിൻ അലി അല്ലെങ്കിൽ സമീർ റിസ്വി, അല്ലെങ്കിൽ പിന്നെ ഈ 2 പേര് മൊയിൻ അലി അല്ലെങ്കിൽ സമീർ റിസ്വി ആണ്, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ MS ധോണി, പിന്നെ രവീന്ദ്ര ജഡേജ, ഷർദുൽ താക്കൂർ, അതുപോലെ ദീപക് ചഹാർ, മുസ്തഫീർ റഹ്മാൻ, ഇത്രയും പേരാണുള്ളത്. ഇതിനൊരു മെയിൻ ഹൈലൈറ്റ് എടുത്ത് പറഞ്ഞാൽ CSKയിൽ 8 ബാറ്റ്സ്മാൻമാരുണ്ട്. ദീപക് ചഹാർ ഉൾപ്പെടെ 8 ബാറ്റ്സ്മാൻമാരുണ്ട് CSKയിൽ. അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. നല്ല കട്ടക്കാണ്.
ബാംഗ്ലൂർ മോശം എന്നല്ല, ബാംഗ്ലൂരിൽ അത്രയില്ല. 6 പേര്, അത് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ കഴിഞ്ഞു. പിന്നെ കുറച്ച് ടിപ്സ്, നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യൽ ടിപ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും ഇത്രയും നേരം ഇരുന്ന് നിങ്ങൾ കണ്ടവർക്ക് ഈ ഒരു ടിപ്സ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് ആരൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ബാറ്റ്സ്മാൻമാരെയും ഓൾറൗണ്ടേഴ്സിനെയാണ് നിങ്ങളുടെ ഡ്രീം 11 ടീമിൽ നിങ്ങൾ മെയിനായി ഫോക്കസ് ചെയ്യേണ്ടത്. പിന്നെ MS ധോണീനെ നിങ്ങൾ വിക്കറ്റ് കീപ്പറായിട്ട് കൺസിഡർ ചെയ്യുക, ഈസ് ബെറ്റർ ഓപ്ഷൻ. നമ്മൾ ദിനേശ് കാർത്തിക്കിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ബെറ്റർ ഓപ്ഷൻ. ഞാൻ തീർച്ചയായും MS ധോണി തന്നെ എടുക്കണം എന്ന് പറയില്ല, ബട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻ കേസ് ഫസ്റ്റ് ബാറ്റിംഗ് നേരെ ഓപ്പോസിറ്റ് ടീമിനാണെങ്കിൽ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഇത് ദിനേശ് കാർത്തിക്കിനെ ഇട്ടിട്ട് ഇപ്പുറത്തെ MS ധോണി ഇടാം. അപ്പോൾ അതങ്ങനെ അതായത് ഞാൻ ടീം ഇടുമ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ്സ് ഒക്കെ തരാം. അപ്പോൾ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് വോയിസ് അയച്ച് ഇനി തൊട്ട് ടിപ്സൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഇപ്രാവശ്യം GL ഗ്രാൻഡ് ലീഗ് നമ്മുടെ കേരളത്തിൽ ആർക്കെങ്കിലും കിട്ടണം, അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിലൂടെ എന്തെങ്കിലും ചെറിയ യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ഒരു ടിപ്സ് കിട്ടി അദ്ദേഹത്തിന് കിട്ടണം. കേരളത്തിൽ ആർക്കാണേലും എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവരും കട്ടയ്ക്ക് ഹെൽപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ 2 പേസ് ബോളേഴ്സ് 1 സ്പിന്നേഴ്സ് ഈച്ച്, അതായത് ഒരു ടീമിൽ നിന്ന് 2 പേസ് ബോളറും 1 സ്പിന്നറും, ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു വിധം. പിന്നെ അതുകൂടാതെ മാച്ച് പ്ലേ ചെയ്യുന്നത് CSKയിലാണ്. CSK മോർ വിന്നിങ് ചാൻസ് കൂടുതലാണ്. സോ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണവരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് അത് ഈ ലാസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. CSK വിന്നാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല. മേ ബി പോസിബിലിറ്റി ഈസ് ടു ഹൈ, സോ ഇറ്റ്സ് എ ബെറ്റർ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യാം. ഇത് കണ്ടില്ലേ, 11 കോടി, അതായത് 11 കോടി, ആദ്യത്തെ 11 പേർക്ക് 1 കോടി രൂപ വെച്ച് 11 പേർക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രീം 11. നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, പക്ഷെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ടാണ്. അപ്പോൾ അതാണ് ഇതിൽ നോക്കിക്കോ. 1,62,62,97,000 പേര്, 1,68,00,000 പേരിൽ ഒരാളാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫാണ്. അതുകൊണ്ട് ഞാൻ വിഷൻ 11 പറഞ്ഞത്. അതിൽ എത്ര പേരുണ്ട്? ഏറിപ്പോയി 8 ലക്ഷം പേര്. 8 ലക്ഷത്തിൽ നിന്ന് ഒരാളാവുന്നതാണോ 1,68,00,000 പേരിൽ നിന്ന് ഫസ്റ്റ് വരുന്നതാണോ ബെറ്റർ? സോ ടീം 2 ഏകദേശം ഈക്വൽ ആയിരിക്കും, ബട്ട് മോർ പോസിബിലിറ്റീസ് ടു വിൻ വിഷൻ 11. അതായത് ഡ്രീം 11 നിങ്ങളൊരു 100ാമത്തെ സ്ഥാനം എത്തുന്ന അതേ പോയിന്റ് വിഷൻ 11 ഒരു ടീം ഇട്ടിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ആയ 1 crore rupees നിങ്ങൾക്ക് കിട്ടും. 1 കോടിയല്ല, 1.5 കോടി. 1/2 കോടിക്ക് വിലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് മാറ്റി പിടിച്ചു നോക്കി. എപ്പോഴും ഈ ഡ്രീം 11 പിടിച്ചിട്ട് എന്തിനാ? നിങ്ങളൊന്ന് ബെസ്റ്റ് വെറുതെ ഒന്ന് മാറ്റി പിടിക്കും. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ കളിക്കുക, അല്ലെങ്കിൽ പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഒരു നഷ്ടവുമില്ല നിങ്ങൾക്ക്. അപ്പം നമുക്കൊരു ടീം, പൊളപ്പൻ ടീം ഞാൻ അങ്ങോട്ട് തരാം. ഈ പറഞ്ഞ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കിടിലൻ കാര്യങ്ങൾ തരാം. ഓക്കെ, എന്താ സത്യം പറഞ്ഞാൽ ഡ്രീം 11 എടുത്തിട്ട് ഒരുപാട് കാലമായി, കുറച്ചൊന്നുമല്ല, ഒരുപാട് കാലമായി. നമ്മുടെ ടീമൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ദീപക് ചഹാർ നമ്മുടെ CSK എന്നൊരു പേസ് ബോളറായി വിത്ത് ബാറ്റിംഗ് കൂടെ ചെയ്യും, ഡുവൽ അഡ്വാൻറ്റേജ് ഒരാൾ. ഓക്കെ, പിന്നെ പതിരാന കളിക്കോ ഇല്ല എന്നൊന്നും അറിയത്തില്ല. ആ ഒരു ടീമിൻ്റെ സ്ക്വാഡിൽ ഞാൻ പറഞ്ഞതിലില്ല, കൂടുതലും പുള്ളി ഉണ്ടാവില്ല. മുസ്തഫിഖുർ റഹ്മാൻ ആയിരിക്കും ചാൻസ്, മോർ പോസിബിലിറ്റീസ്. ഓക്കെ, അത് നമുക്ക് അവസാനം നോക്കാം. അതുപോലെ നമ്മുടെ RCB നിന്നും ഒരു ഫാസ്റ്റ് ബോളറിനെ എടുത്തിട്ടുണ്ട്. 2 ടീമിൽ നിന്നും ഓരോ ഫാസ്റ്റ് ബോളറായ ഇനി നമുക്ക് എടുക്കാം, വെയിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഗ്ലാൻ മാക്സ്വെൽ സ്പിന്നറായി, രവീന്ദ്ര ജഡേജ ബാറ്റിംഗ് പ്ലസ് സ്പിന്നറായി, മാക്സ്വെലും ബാറ്റിംഗ് പ്ലസ് സ്പിന്നറായി. അപ്പോൾ സ്പിൻ ബോളേഴ്സിൻ്റെ ആൾക്കാർ ഓക്കെയാണ്, അവിടെ ഓക്കെയാണ്. രച്ചിൻ രവീന്ദ്ര ഉണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ന്യൂസിലാൻഡിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാറ്റ്സ്മാനാണ്. അപ്പോൾ പുള്ളിയെ വേണമെങ്കിൽ പിക്ക് ചെയ്യാം. ബോൾ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്. ഓക്കെ, പിന്നെ വിരാട് കോഹ്ലി ബാറ്റിംഗ് നല്ലൊരു ഓപ്ഷനാണ്. ഗെയ്ക്വാഡ് നല്ലൊരു ഓപ്ഷനാണ്. ഡുപ്ലസി നല്ലൊരു ഓപ്ഷനാണ്. ഡയറി മിച്ചൽ ഡൗട്ടാണ്. നിങ്ങൾക്ക് റിസ്ക്കി ആയിട്ട് പിക്ക് ചെയ്യണമെങ്കിൽ രഹാനെ മസ്റ്റ് ഓപ്ഷനാണ്. കാരണം ടോപ്പ് ഓർഡർ കയറി വരാൻ ചാൻസ് ഉണ്ട്. CSK 2 വിക്കറ്റ് പോയിക്കാനാൽ തീർച്ചയായിട്ടും രഹാന വരും, ഷുവറാണ്. അത്യാവശ്യം സ്കോർ ചെയ്യാനും പോസിബിലിറ്റീസ് ഹൈ ആണ്. ഇനി 2 ആളെ കൂടെ എടുക്കാം. അത് നിങ്ങൾക്ക് റിസ്ക് ആയിട്ട് വേണമെങ്കിൽ രച്ചിൻ രവീന്ദ്രയെ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രഹാനെ എടുക്കാം. ഓക്കെ, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. പക്ഷെ ഞാൻ സേഫ് ആയിട്ടുള്ള ഓപ്ഷനിലാണ് പോകുന്നത്. ഇനി 2 ഫാസ്റ്റ് ബോളേഴ്സ് കൂടെയാണ്. ഇരു ടീമുകളിൽ നിന്നും 2 ഫാസ്റ്റ് ബോളേഴ്സ് കൂടെ. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ഒരാളെ കൂടെ ഫാസ്റ്റ് ബോളറായിട്ട് നമ്മൾ ചൂസ് ചെയ്യണം. നമ്മുടെ
അൽസാരി ജോസഫ് നല്ലൊരു ഓപ്ഷനാണ്, വേണേൽ അദ്ദേഹത്തെ എടുക്കാം. ഇല്ല ട്രോഫി അങ്ങനത്തെ പ്ലെയേഴ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ നാളെ ആര് കളിക്കും, ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ട് നമുക്കൊന്നും ഒരു പിടിയില്ല, ആര് ഇറങ്ങും ഒന്നും നമുക്കൊരു ഒരു കറക്റ്റായിട്ടൊരു ഇതില്ല. നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു പ്ലേയിങ് ലെവൽ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇടുകയാണ്. ഇപ്പോൾ അൽസാരി ജോസഫ് അല്ലെങ്കിൽ ഫെർഗൂസ് ആരെങ്കിലും ഒരാളുണ്ടാവും, അപ്പോൾ അതിൽ ആരാണെന്ന് ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യുക. അതുപോലെ CSKയിലാണെങ്കിൽ പതിരാന അല്ലെങ്കിൽ മുസ്തഫിഖുർ റഹ്മാനായിരിക്കും. പതിരാനെ പിക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. മുസ്തഫിഖുർ കുറച്ച് ഡൗൺ ആണ്, പക്ഷേ ഈസ് എ ബെസ്റ്റ് ബൗളറാണ്. അപ്പോൾ ഇപ്പോൾ 17 ഉണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ 17 എടുക്കുന്നത്. ഉണ്ടാവില്ല എന്നൊക്കെ ദൈവത്തിനറിയാം. താക്കൂർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരു ബാറ്റിംഗ് പ്ലസ് ബൗളിംഗ് ഈസ് എ ഗുഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ഇതാണ് ഇതിൽ ഏറ്റവും ടഫ്. ഇരു ടീമുകൾ നല്ല സ്ട്രോങ് ആണ്. ഇതിൽ ആര് ക്യാപ്റ്റനെ കൊടുക്കും, ആര് VCയെ കൊടുക്കും എന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് എൻ്റെ ഒരു ഓപ്ഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയ്ക്വാഡ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ക്യാപ്റ്റൻസിക്ക്. ഫസ്റ്റ് ബാറ്റിംഗ് CSKയിലാണെങ്കിൽ ഗെയ്ക്വാഡ് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വിരാട് കോഹ്ലിയെ കൊടുക്കാം. വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി കൊടുക്കാൻ ഞാൻ ആരും നിർബന്ധിക്കില്ല. ചിലപ്പോൾ കളിക്കാം, ചിലപ്പോൾ കളിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഓപ്ഷനാണ്. ഇപ്പോൾ വൈസ് ക്യാപ്റ്റൻ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും CSKയിൽ നിന്നും രണ്ട് ടീമും സ്ട്രോങ് ആയതുകൊണ്ടും ഫസ്റ്റ് മാച്ച് ആയതുകൊണ്ടും ഇരു ടീമിൽ നിന്നും ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് പോകും. ഏറ്റവും കൂടുതൽ വിന്നിങ് പോസിബിലിറ്റി ടീം ഏതാണ് ആ ഒരു ടീമിക്ക് ക്യാപ്റ്റൻസിയും അങ്ങനെയല്ല, കൂടുതലും വിക്കറ്റ് നല്ല പോയിന്റ്സ് എടുക്കാൻ ചാൻസ് ഉള്ള ആരാണ് ആ ഒരു രീതിക്ക് ക്യാപ്റ്റൻ കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോൾ ബാംഗ്ലൂർ ഫസ്റ്റ് ബാറ്റിംഗ് ഒരു 2 വിക്കറ്റ് പോയി. ഗ്ലെൻ മാക്സ്വെൽ വന്നു, ഒരു 50 റൺ എടുത്തു, 4 ഓവർ ബോൾ ചെയ്തു. 4 ഓവറിലല്ല 2 ഓവർ ബോൾ ചെയ്തു. 2 ഓവർ ബോൾ ചെയ്തപ്പോൾ 2 വിക്കറ്റ് കിട്ടി. അപ്പോൾ അതുകൊണ്ട് 4 ഓവർ കൊടുത്തു. അപ്പോൾ പുള്ളി ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ അടുപ്പിച്ചായി. അപ്പോൾ 100 പോയിൻറ്റിന് അടുപ്പിച്ചാവാൻ ഇവിടെ വേറെ ആരും ഇല്ല, കാരണം വിക്കറ്റ്സ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാറ്റിംഗ് സ്ട്രെങ്ത്തും പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമ്മുടെ ഗ്ലെൻ മാക്സ്വെൽ ഈസ് എ ബെറ്റർ ഓപ്ഷൻ ക്യാപ്റ്റൻസി. വൈസ് ക്യാപ്റ്റൻ നമുക്ക് ഗെയ്ക്വാഡ് അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലുമൊക്കെ കൊടുക്കുക. ഗെയ്ക്വാഡ് അല്ലെങ്കിൽ വിരാട് കോഹ്ലി വേണ്ട, ഡുപ്ലിസിയോ രവീന്ദ്ര ജഡേജയോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മാറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഗെയ്ക്വാഡിനെ കൊടുത്തത്. ഇതാണ് നമ്മുടെ പ്രിവ്യൂ ടീം. അപ്പോൾ ഇവിടെ ടീമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ലേ. അപ്പോൾ MS ധോണി, വിരാട് കോഹ്ലി, ഡുപ്ലിസി, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, ഗ്ലെൻ മാക്സ്വെൽ, സച്ചിൻ രവീന്ദ്ര, ദീപക് ചഹാർ, മുഹമ്മദ് സിരാജ്, അൽസാരി ജോസഫ്, പതിരാന, മഹീഷ് പതിരാന, ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ള ഫ്രണ്ട്സ്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണിത്. ഈ ടീം നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഇതിലെന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുകൂടാതെ നിങ്ങൾക്ക് ടിപ്സിൻ്റെ ഒക്കെ ഒരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാട്ടെ. ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു കിടിലൻ ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ ടിപ്സിൻ്റെ വീഡിയോ വേണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുവരെ ഫോളോ ചെയ്യുക, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്.